യുവതികളുടെ വെളിപ്പെടുത്തലിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി 2 ദിവസത്തിനകം ഉണ്ടായേക്കും. വി.ഡി. സതീശന് പുറമെ രമേശ് ചെന്നിത്തലയും രാഹുൽ രാജിവെക്കണമെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു. കൂടുതൽ ശബ്ദരേഖ പുറത്തുവരുമെന്നതും പാർട്ടിക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതും ചെന്നിത്തല നേതൃത്വത്തെ ബോധിപ്പിച്ചു. ആദ്യ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ച് രംഗത്തുവന്ന കെ മുരളീധരനും പുറത്തുവന്ന ശബ്ദരേഖ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്ന നിലപാടിലേക്ക് മാറ്റി. നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയിൽ ഹൈക്കമാൻഡ്. ധാർമ്മികത ഉയർത്തിയാണ് രാജിയെന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണത്തിന് പിന്നാലെ രാഹുലിനെതിരെ ഉണ്ടായത് പാർട്ടി നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചതിലും അതൃപ്തിയുണ്ട്. പ്രതിഷേധം ഭയന്ന് പൊതുപരിപാടികൾ ഒഴിവാക്കി അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിൽ ജോലി ചെയ്യുന്ന ബംഗാളി തൊഴിലാളികളെ തിരികെ വിളിക്കാനുള്ള മമതാ ബാനർജിയുടെ നീക്കത്തിൽ സംസ്ഥാനത്ത് ആശങ്ക. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിൽ ഗുരുതര പ്രതിസന്ധിക്ക് സാധ്യത. പശ്ചിമ ബംഗാളിന് സമാനമായി കൂടുതൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വന്തം തൊഴിലാളികളെ തിരികെ എത്തിക്കാൻ ശ്രമിച്ചേക്കും. കേരളത്തിൽ 35 ലക്ഷം അതിഥി തൊഴിലാളികൾ. കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. തൊഴിലാളികളെ മമതാ ബാനർജി തിരിച്ചു വിളിച്ചത് അവരുടെ ആഭ്യന്തര കാര്യം. ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യം കേരളത്തിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച സംസ്ഥാനം കേരളമാണെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18നോട്. നിയമസഹായം തേടിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം നേരിടുന്ന ചവറ കുടുംബ കോടതി മുൻ ജഡ്ജി വി ഉദയകുമാറിനെതിരെ അഭിഭാഷകർ. ജഡ്ജിയെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് അഭിഭാഷക പരിഷത്ത്. സ്വന്തം സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയുള്ള അന്വേഷണം ശരിയായ നടപടിയല്ല. മറ്റൊരു കോടതിയിൽ തുടരാൻ അനുവദിക്കുന്നത് സ്വാധീനങ്ങൾക്ക് അവസരം നൽകുമെന്നും അഭിഭാഷക പരിഷത്ത്. തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന JPCയോട് സഹകരിക്കണമോ എന്ന കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം. സഹകരിക്കില്ലെന്നാണ് തൃണമൂലിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലപാട്. എന്നാൽ സഹകരിച്ചില്ലെങ്കിൽ വിയോജിപ്പ് അറിയിക്കാൻ വേദിയില്ലാതാകുമെന്ന് കോൺഗ്രസിനും CPMനും അഭിപ്രായം. ധർമ്മസ്ഥലയിൽ നടക്കുന്നത് വൻ അട്ടിമറി നീക്കമെന്ന ആരോപണം. ശുചീകരണ തൊഴിലാളിയെ സംശയനിഴലിൽ നിർത്തി അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമെന്ന് ആക്ഷേപം. തൊഴിലാളിയെ കസ്റ്റഡിയിലെടുത്തതിൽ ദുരൂഹത. കോഴിക്കോട് 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നതായി പരാതി. പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നുവെന്ന് പോലീസ്. കുട്ടിയെ കാണാൻ സമ്മതിക്കുന്നില്ലെന്ന പരാതിയുമായി മാതാവ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തിന് തിരിച്ചടി. ഇന്ത്യ സഖ്യം ചർച്ച നടത്തിയില്ലെന്ന് BRS. അനുകൂല നിലപാട് അറിയിക്കാതെ YSR കോൺഗ്രസ്. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിനടുത്തുള്ള നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. 3 തവണ പുലി ഇതിനു മുന്നിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. ഇന്നലെയാണ് മോസ്കോ ഉൾപ്പെടെയുള്ള മേഖലകളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണമുണ്ടായത്. മോസ്കോയ്ക്ക് നേരെ തൊടുത്തുവിട്ട ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടെന്നും റഷ്യ. പത്തനംതിട്ട മുൻ SP-ക്കെതിരെ ഗുരുതര പരാതിയുമായി വനിതാ SI-മാർ. ലൈംഗിക ചുവയോടെ സന്ദേശങ്ങൾ അയച്ചു. അനുകൂല സമീപനമുണ്ടായില്ലെങ്കിൽ ശിക്ഷണ മനോഭാവത്തോടെ പെരുമാറി തുടങ്ങിയവയ ആരോപണങ്ങൾ. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ആദ്യം അറസ്റ്റിലായ അബൂബക്കറിന്റെ കുടുംബം. അബൂബക്കറല്ല കൊലയാളിയെന്ന് തെളിഞ്ഞിട്ടും ഇല്ലാത്ത തെളിവുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അബൂബക്കർ റംലയുടെ വീട്ടിൽ പോയത് കത്ത് നൽകാനെന്നും ഇതിന്റെ പേരിൽ കൊലപാതകയാക്കിയെന്നും മകൻ റാഷിഖ്.